സോ ഹായ് ഫ്രണ്ട്സ്, സോ അങ്ങനെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് ഇറങ്ങി ആലപ്പുഴ നമ്മള് എറണാകുളത്തേക്ക് പോവാണ്. പടം വിടാം മുയർച്ചി, തലയുടെ പടം. സോ ഈ സിനിമ കാണാൻ എന്തുകൊണ്ട് എറണാകുളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 10:30 വേറെ പരിപാടി ഉള്ളതുകൊണ്ട് നമ്മൾ എറണാകുളം പ്ലാൻ ചെയ്തു എന്നേ ഉള്ളൂ. എനിക്ക് തലയുടെ സിനിമ ഭയങ്കര ഹരമാണ്. കാരണം പുള്ളിയുടെ ഒരു ലെവല് വേറെയാണ്. അജിത്തിന്റെ ഒരു മറ്റേ കാർ റേസിന്റെ നമ്മുടെ ഫോർമുല 1ന്റെ ഒരു സംഭവം ഇറങ്ങിയായിരുന്നു. അപ്പം അദ്ദേഹം ഇതിനകത്തും അതുകൊണ്ട് അപ്പൊ അതൊരു ആ ഒരു പ്രൊമോഷനും കൂടെ അദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ട് ഇച്ചും കൂടെ നന്നായിട്ടുണ്ട്. കുറച്ച് നല്ല കാസ്റ്റിംഗ് ഉള്ള സിനിമയാണ്. അത്യാവശ്യം ഒരു 100-300 കോടി രൂപ ബഡ്ജറ്റുള്ള സിനിമയല്ലേ? 130 കോടി ബഡ്ജറ്റാണ്. നമ്മുടെ സഞ്ജയ് ദത്ത്, അർജുൻ, തൃഷ, അങ്ങനെ വലിയൊരു താരനിര എത്തുന്നുണ്ട് സിനിമയ്ക്കകത്ത്. ഒരു പക്ക ആക്ഷൻ സിനിമയാണത്. എന്തായാലും പക്കപ്പടമായിരിക്കും. ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമയിൽ നിന്ന് ഇച്ചിരി കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം ആയിരിക്കട്ടെ എന്ന പ്രതീക്ഷയാണ്. നമ്മൾ എറണാകുളത്ത് പോകുന്നു. തലയെണ്ണ സിനിമ കണ്ടിട്ട് നമ്മൾ സിനിമയുടെ അഭിപ്രായം പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഒരു അപരാധ സിനിമ കണ്ടു. ഈ സിനിമ എന്താണെന്നറിയോ? നമ്മൾ ഈ അവസാനം പേര് പറ വിടാം മുയർച്ചി. എന്റെ പൊന്നണ്ണ, ഞങ്ങളെ ഒന്ന് വിട്ടുപിടി. ഇത് സിനിമയുടെ ഏതൊരു തിരുമേനിയോ നമ്പൂതിരിയോ മകിഴ് തിരുമേനിയാണ് സിനിമയുടെ ഡയറക്ടർ. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ തല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തമിഴിലൊരു നടനാണ്. നിങ്ങൾ ഇൻട്രോയിൽ അങ്ങോട്ട് മറ്റേ ഇങ്ങേരുണ്ട്, സഞ്ജയ് ദത്തുണ്ട്, അക്ഷയ് കണ്ണയുണ്ട്. നിങ്ങൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാം സഞ്ജയ് ദത്ത്, അക്ഷയ് കുമാർ, പിന്നെ മറ്റൊരു ഇവരൊന്നും ഇതിനകത്ത് വന്നില്ല. നമുക്ക് സിനിമയിലേക്ക് വരാം അല്ലേ? സിനിമയിലേക്ക് വരാം. സിനിമ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പോസിറ്റീവ് പറഞ്ഞു തുടങ്ങാം. പോസിറ്റീവ്, ഞാൻ നെഗറ്റീവ് പറഞ്ഞു, നിങ്ങൾ പോസിറ്റീവ്. ഫസ്റ്റ് ഹാഫ് ഒരു അന്യായ ലാഗ്. എനിക്ക് ഫസ്റ്റ് ഹാഫിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടതിന്റെ ലൊക്കേഷനാണ്. കാരണം കിഡിലൻ ലൊക്കേഷൻ, അസർബൈജാൻ ഫുള്ള്. ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഫുള്ള് അസർബൈജാനാണ്. പിന്നെ ഇത് കഥ പറഞ്ഞു പോകുന്ന ഒരു ലാഗ് ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്തെ നല്ല പിക്ചറൈസേഷൻ ഒക്കെ നല്ല രസമാണ്. പിക്ചറൈസേഷൻ കാണാം. പക്ഷെ നമ്മൾ അജിത്തിന്റെ പടം കാണുന്ന ഒരു ഫാൻ ഷോയിൽ വന്ന് പടം കാണുന്ന ഒരു മാസ് കാണാനാ. അജിത് തിരിച്ചടിക്കാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുക. ക്ഷമയുടെ നെല്ലിപ്പലക കിട്ടുന്നത് വരെ അജിത്ത് ഒന്നും ചെയ്യത്തില്ല. അവസാനം ഒരു പേനാക്കത്തിയായിട്ട് ഒരു പ്രകടനമുണ്ട്, അതിന് കൈയടിക്കണമെന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്ക് സിനിമ തീരാറായി. അല്ല, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ഒരു മാസ് പരിവേഷമുള്ള ഒരു സിനിമ അല്ല. ഇത് ഒരു ലവ് സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് അജിത്തിന്റെ ഭാര്യയാണ് ഇതിനകത്ത് തൃഷ. അജിത്ത് 12 വർഷം ജീവിക്കുന്നു. അത് പിന്നീട് അവര് പിരിയാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് അസർബൈജാനിലെ ഒരു ടീം, അതായത് അവിടുത്തെ ഒരു കൊള്ള സംഘം, അതിന്റെ തലവനാണ് നമ്മുടെ അർജുൻ. നിങ്ങൾ ഊക്കിയതാണോ കാര്യമായിട്ട് വന്നതാണോ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഇങ്ങനെ കഥ മൊത്തം പറയാം. സിനിമ ഒരു ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വലിയ മാസായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട, നോർമൽ ഒരു സാധാരണ പടം. ഹോളിവുഡ് ടച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഹോളിവുഡ് ടച്ച് ഒന്നും എനിക്ക് വലുതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അവസാനത്തെ ഒരു ക്ലൈമാക്സിലുള്ള ഒരു കുറച്ചൊന്ന് 2 സീൻസ് ഉണ്ടെന്നല്ലാതെ, പക്ഷെ അതൊക്കെ നോർമലാ, വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവം അല്ലാതെ വ്യത്യസ്തമായിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നിയ അനിരുദ്ധിന്റെ മ്യൂസിക് കൊള്ളാം കേട്ടോ. അനിരുദ്ധിന്റെ പക്ക ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പക്ഷെ ഇതിനകത്തൊരു ഫസ്റ്റ് സോങ് കാണിക്കുന്നുണ്ട്. അത് നല്ല രസമായിട്ട് തന്നെ. അത് നമ്മൾ കുറെ കേട്ട് റീൽസിൽ കേട്ട സാധനം കൊള്ളാം. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നാം തരം ഊക്ക് സിനിമ എന്നാണ് നമുക്ക് പറയാം. ബിലോ ആവറേജ് മൂവി സിനിമ. എന്തിനാടാ ഇന്ദമാതിരിയൊക്കെ സിനിമ എടുത്തിട്ട് പണ്ടറാ ഇനിമേ ഇന്ദമാതിരി പണ്ണാതെ ആ പാവം അവൻ ജീവിച്ചു പോകട്ടെ. ലൈക്ക പ്രൊഡക്ഷൻ ആണ് നമ്മുടെ ഇദ്ദേഹം. ഇവരും ലൈക്ക പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. എമ്പുരാന്റെ അതേ ലൈക്ക പ്രൊഡക്ഷൻ ആണ്. പക്ഷെ നല്ല സ്ഥലമൊക്കെ എടുത്തു. ഇവർക്ക് ഈ സ്ഥലം കാണാൻ വേണ്ടി എനിക്ക് ഇതിനകത്ത് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതൊരു നോർമൽ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ്. കാരണം ഇതൊരു ഫാൻസിനെ കണ്ടുകൊണ്ടെടുത്തിട്ടുള്ള ഒരു സിനിമ അല്ല, നോർമൽ ഫൈറ്റ് ആണ് ഇതിനകത്ത്. പിന്നെ എന്തിനാണ് രാവിലെ 7 മണിക്ക് ഷോ വെച്ചത്? ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവിതം. അല്ല, അതൊക്കെ ഒരു സാധാരണ ഒരാൾക്ക് സ്വന്തം ഭാര്യയെ തിരിച്ചു പിടിക്കാനായിട്ട് ഏതറ്റം വരെ പോകാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു പ്രയത്നം ഏതറ്റം വരെ പോകാനായിട്ട് നമ്മൾ 7 മണിക്ക് വരണ്ടായിരുന്നു മാത്രമാണ് എനിക്ക് തോന്നുന്നു. അതെ, അതൊരു ഇച്ചിരി ഒരു
എന്താ പറയാ ഒന്ന് അപരാധമായി പോയോ ഇല്ലയോ അതേ ഉള്ളൂ. ബാക്കി ഒരു നോർമൽ മൂവിക്ക് അപ്പുറം ഒന്നും എനിക്കതിനകത്തൊന്നും പറയാനില്ല. സോ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിലോ ആവറേജ് സിനിമ, അതിനപ്പുറത്തേക്ക് ഈ സിനിമ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം അല്ലെ. ഇനി പോസിറ്റീവ് സൈഡ് പറയാം. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അജിത്തിന്റെ സ്വാഗ് എല്ലാം കൊള്ളാം, സൂപ്പർ, നല്ല രസമുണ്ട്. അജിത്തിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടും. അതല്ലാതെ ഫുള്ള് അജിത്തിന്റെ ഒരു വിളയാട്ടം അജിത്തിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. കാരണം അജിത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമ ഇഷ്ടപ്പെടും. പക്ഷെ വലിയ കഥ, പുതിയ ഒരു പുതുമ അതൊന്നും പ്രതീക്ഷ വരണ്ട. അതിനകത്ത് പുതുമയും കഥയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നമുക്കറിയാവുന്ന ഒരു ഗാങ്സ്റ്ററിൽ നിന്ന് കണ്ടുപോയിട്ടുള്ള സെയിം സാധനം, ഒരു ഗാങ്സ്റ്ററിൽ നിന്ന് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ തിരിച്ചു പിടിക്കാനായിട്ട് കാണിക്കുന്ന പ്രയത്നത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അജിത്ത് ഇവിടെ കാണിച്ചത്. അതെ, വിടാമുയർച്ചി. വിടാൻ തയ്യാറല്ല, അല്ലല്ല, ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഒരിക്കലും ഏതറ്റം വരെ പോവും, നമ്മളത് പിടിക്കും. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലാവാത്തേ, ഈ നമ്മള് സ്പോയിലർ അല്ല, അജിത്ത് കുറച്ച് കാശ് കൊടുക്കുന്നുണ്ട്. അത് കാശ് തിരിച്ചു കിട്ടിയായിരുന്നു? ആ ബാഗ് അതൊന്നും പറഞ്ഞില്ല, എവിടെ പോയെന്തോ. അത് സെക്കൻഡ് പാർട്ടിലേക്ക്, സെക്കൻഡ് പാർട്ട് കാരണം എനിക്ക് ഡയറക്ടറോട് ചോദിക്കണം. കാരണം അജിത്ത് കുറച്ച് കാശ്, എത്ര കാശാണ് ഞാൻ നിങ്ങൾ സിനിമ ആണോ മനസ്സിലാവും, ആ കാശ് തിരിച്ചു കിട്ടിയില്ലെന്ന് അറിയത്തില്ല. ആകെ ഈ സിനിമയ്ക്കകത്ത് പറയാൻ പറ്റുന്നത് ഇതിന്റെ ലൊക്കേഷൻ, ഗംഭീര ലൊക്കേഷൻ. അസർബൈജാൻ ലൊക്കേഷൻ കൊള്ളാം, വേറെ ഒന്നും തന്നെ എനിക്കതിനകത്ത് ഓരോ ഷോട്ടും ക്യാമറ വെച്ചിരിക്കുന്നത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ കുറച്ച് സ്റ്റൺസ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം കേട്ടോ, തൃശ്ശ നമ്മള് തൃശ്ശ സിനിമയിൽ വന്ന സമയത്ത് നമ്മൾ കണ്ടില്ലേ, മാറ്റമില്ല. തൃശ്ശ സൂപ്പർ ആയിട്ടുണ്ട്. തൃശ്ശ അടിപൊളിയായിട്ടുണ്ട്, കൊള്ളാം, നന്നായി കണ്ടോണ്ടിരിക്കാൻ തന്നെ നല്ലൊരു ക്യൂട്ട്നെസ് ഉണ്ട്. മറ്റേ നമ്മുടെ മേനോന്റെ ഫാൻ ആയതാ നമ്മുടെ എന്താണ് പുള്ളിയുടെ നേരത്തെ ഡയറക്ടറിന്റെ തൃശ്ശയുടെ ഫാനാണ്. അല്ല തൃശ്ശ അജിത്തിന്റെ കെമിസ്ട്രി എല്ലാം കൊള്ളാം. പക്ഷെ ഒരു മാസ് മസാല ഫാൻസിന് വേണ്ടിയുള്ള പടം നല്ലത്. ഇത് മാസ് മസാല അല്ല, ഇത് ഫാമിലി എന്റർടൈൻമെന്റ്, ഫാമിലി പാസമാണ്. ഫാമിലി പാസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തോ പാസം പണി വെച്ചിരിക്കുക, നല്ല പണി വെച്ചിരിക്കുക. നിരാശയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എക്സ്പീരിയൻസ് കിട്ടുന്ന സിനിമ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് അങ്ങനെ പറഞ്ഞു. കാരണം ആ ഒരു കഥയെ ഉൾക്കൊണ്ടിരുന്ന് കാണാൻ എനിക്ക് വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ്, എനിക്ക് OTT വാച്ചബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഉള്ള കാര്യം പറയാലോ. 330 കോടി രൂപ എവിടെ കൊണ്ടിട്ട് ചെലവാക്കി എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ എനിക്ക് തോന്നുന്നത് 330 കോടിയിൽ കുറെയൊക്കെ താറും ഹമ്മറൊക്കെ മേടിച്ചു കാണും. ഹമ്മർ മേടിച്ചു 100 കോടി അജിത്തിന് കൊടുക്കണ്ടേ? അതായിരിക്കും. പിന്നെ 50 കോടി തൃശ്ശയ്ക്ക് കൊടുക്കണം. അങ്ങനെയൊക്കെ ആയിരിക്കും ചെലവായത്, അല്ലാതെ വലിയ സംഭവമൊന്നും ഇല്ല. ഈ മൊത്തത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് സിനിമ. എനിക്ക് ഒരു കാര്യം കൂടെ പറയാണ്ട്, അർജുൻ ദാസ് കോമഡി ആയിട്ടുണ്ട്. അത് വേറൊന്നുമില്ല പറയാൻ. അർജുനൊക്കെ എന്താ അല്ലെ, നമ്മുടെ ജെന്റിൽമാൻ സിനിമ ഒക്കെ കണ്ടാൽ ഇതൊന്നും നമുക്ക് തോന്നിപ്പോ. അല്ലാതെ ചെറിയ മറ്റേ ഈ നമ്മൾ ഈ പൊട്ടിക്കുന്ന സാധനമില്ലേ, ആ ആനിമേഷൻ പരം പോറ, മറ്റേ വേസ്റ്റ് ഒക്കെ പൊട്ടിക്കുന്ന സാധനമില്ലേ, അതുവരെ എനിക്ക് ഒരു ലോക്കൽ ഇതായിട്ടാ തോന്നിയത്. ഓക്കെ, സോ ബൈ.